ഇതിൽ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വിധമാണ്. ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് ഡ്രൈ സ്കിന്നായവർക്കും പിന്നെ ചുളിവുള്ളവർക്കും മുഖത്ത് പുരട്ടാൻ പറ്റിയതുമായ ഒരു റെമഡിയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം ഈ റോസ് പൂ വെച്ച് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നത് ഇത് മുഖക്കുരുവൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുകൊണ്ട് ഇതിനായി ചുമന്ന റോസപ്പൂവ്, അത് പനിനീർ റോസ് കളറിലുള്ള പനിനീർ റോസ് അല്ലെങ്കിൽ നാടൻ റോസുകൾ ചുവപ്പ് കളറിലുള്ള അങ്ങനത്തെ റോസപ്പൂവുകളൊക്കെ ഉപയോഗിക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ്. ഇങ്ങനെ ഉണ്ടാവുന്നത് ഫ്രിഡ്ജിൽ ഒരു കവറിലാക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതെല്ലാവരും കൂടി എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. എൻ്റെ കയ്യിൽ റോസപ്പൂവ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചേക്കുന്നത്. ഓരോരുത്തരുടെ റോസപ്പൂവിൻ്റെ അളവനുസരിച്ച് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. റോസപ്പൂവിൻ്റെ ഇതളുകൾ അടർത്തിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഇടേണ്ടത്. അതിനുശേഷം അത് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റ് വരെ വെള്ളം പറ്റണ വരെ ഇത് വെച്ചുകൊണ്ടിരിക്കണം. ഈ 3 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് ആകണ വരെ വെള്ളം പറ്റിച്ചു കൊണ്ടിരിക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയായതുകൊണ്ട് ഞാൻ ആര്യവേപ്പില, തുളസിയില, പേരയില ഇത് 3ഉം ഇട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ശംഖുപുഷ്പവും ഒരു ചെറുനാരങ്ങ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. തൊണ്ടോടുകൂടി, നീര് പൊഴിഞ്ഞല്ല, തൊണ്ടോടുകൂടി തന്നെ ഇട്ടു. ഇതിലൊഴിച്ചേക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വറ്റി ഒരു പകുതിയാകുന്നത് വരെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ നല്ല നാടൻ റോസ് ആയതുകൊണ്ടും പനിനീർ പൂവൊക്കെ ഇട്ടതുകൊണ്ടും നല്ല സ്മെല്ലായിരിക്കും. റോസപ്പൂവിൻ്റെ സ്മെല്ല് ഈ വെള്ളത്തിനുണ്ടാവും. ഇത് വെള്ളം വറ്റി പകുതിയായ ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കുവാൻ വെക്കുക. തണുത്ത ശേഷം ഇത് അരിച്ചെടുക്കാം. ഇതിൻ്റെ റോസപ്പൂവിൻ്റെ ഇതളുകളെല്ലാം നമുക്ക് പിഴിഞ്ഞ് മാറ്റി അതെടുത്ത് വെക്കാം. അത് കളയേണ്ട ആവശ്യമില്ല. അത് വെച്ച് വേറെ ഒരു കാര്യം ചെയ്യാം. ആ പിഴിഞ്ഞ് മാറ്റിയത് വെച്ചുകൊണ്ട് സ്കിൻ കെയറിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ അരിച്ചെടുത്തത് കൂടുതലുണ്ടെങ്കിൽ അത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം ആവശ്യമുള്ള ഈ സ്കിൻ കെയറിന് വേണ്ടി ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണിത്. ഒരു കുപ്പിയിൽ പകുതി റോസ് വാട്ടർ എടുക്കുക. അതിലേക്ക് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടിയ ഗ്ലിസറിൻ പകുതി ഒഴിക്കുക. എന്തോരമാണ് റോസ് വാട്ടർ എടുത്തത് അത്രയും തന്നെ ഗ്ലിസറിൻ അതിലേക്ക് ഒഴിക്കുക. പകുതി കുപ്പി റോസ് വാട്ടറും ബാക്കി പകുതി ഗ്ലിസറിനും ഒഴിച്ച് അത് നന്നായിട്ട് അത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലൊക്കെ പുരട്ടിയാൽ ഈ ഡ്രൈ സ്കിന്നൊക്കെ മാറിക്കിട്ടും, ചുളിവൊക്കെ മാറിക്കിട്ടും. ഈ കുളിച്ച ശേഷം കുളിച്ച ശേഷം ഉടനെ തന്നെ ഈ മോയ്സ്ചറൈസർ പോലെ നമുക്ക് ഇത് പുരട്ടാവുന്നതാണ്. കയ്യിലും കാലിലും മുഖത്തുമൊക്കെ ഇത് പുരട്ടാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിന് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിക്കാം. റോസ് വാട്ടർ ഉണ്ടാക്കിയ ശേഷം പിഴിഞ്ഞെടുത്ത ആ റോസപ്പൂവിൻ്റെ ഇതളുകൾ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ഐസ് ട്രേയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബാക്കി എടുത്ത ശേഷം അത് നമ്മുടെ മുഖത്തൊക്കെ പുരട്ടിയാൽ മുഖക്കുരുവൊക്കെ മാറാൻ നല്ലൊരു ഐസ് പാക്കും കൂടിയാണിത്. വീട്ടിൽ റോസപ്പൂവുള്ളവർ അത് വെറുതെ കളയാതെ ഇതുപോലെ നല്ല എഫക്റ്റീവായ 2 സാധനങ്ങളാണ് ഇത് രണ്ടും. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയതും പിന്നെ മുഖക്കുരുവിനും പറ്റിയ 2 നല്ല മെത്തേഡാണിത്. മഞ്ഞുകാലത്തൊക്കെ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ യൂസ് ചെയ്താൽ നല്ല എഫക്റ്റീവായിരിക്കും.